പാഞ്ചാലിയുടെ പൂർവജന്മം. ഒരു സ്ത്രീക്ക് 5 ഭർത്താക്കന്മാർ. വളരെ വിചിത്രമായി തോന്നുന്നു അല്ലേ? പാഞ്ചാലി എങ്ങനെയാണ് 5 പേരുടെ പത്നിയായത്? അതിനെക്കുറിച്ച് അറിയാനായി നമുക്ക് നളായണിയുടെ കഥ എന്താണെന്ന് നോക്കിയാലോ. ഭീഷ്മർ ശരശയ്യയിൽ മരണം കാത്ത് കിടക്കുകയാണ്. പാണ്ഡവരും കൗരവരിലെ പ്രമുഖരും ഓരോരുത്തരായി അദ്ദേഹത്തെ കാണാൻ എത്തിക്കൊണ്ടിരുന്നു. ദ്രൗപദിയും പിതാമഹനെ കാണാൻ വന്നു. പിതാമഹ, അങ്ങേക്ക് പ്രണാമം. അങ്ങയോട് പറയാനായി എൻ്റെ പക്കൽ ആശ്വാസവാക്കുകൾ ഒന്നും തന്നെയില്ല. അങ്ങയുടെ ഈ അവസ്ഥയിൽ ഞാൻ അങ്ങനെ വെറും വാക്ക് പറയുന്നതിൽ കാര്യമുണ്ടെന്നും തോന്നുന്നില്ല. അങ്ങയുടെ ഈ അവസ്ഥയ്ക്ക് അറിഞ്ഞും അറിയാതെയും ഞാനും കാരണക്കാരിയാണ്. അതോർക്കുമ്പോൾ എനിക്ക് വലിയ ദുഃഖമുണ്ട്. ഈ യുദ്ധത്തിന്റെ അവസാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സ് തകർന്നു പോകുന്നു പിതാമഹ. പാണ്ഡവപക്ഷത്തും കൗരവപക്ഷത്തും വലിയ നാശം വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവർ പലരും യാത്രയായിരിക്കുന്നു. ഇനിയും ആരൊക്കെ ഓർമ്മയാകുമെന്ന് ആർക്കറിയാം. യുദ്ധമെന്നത് ഇത്രയും ഭീകരവും ഭയാനകവുമാണെന്ന് ഞാൻ കരുതിയില്ല. ഈ യുദ്ധം കൊണ്ട് ആർക്കെന്ത് നേട്ടമാണ് പിതാമഹ അവകാശപ്പെടാൻ കഴിയുക? എൻ്റെ മനസ്സ് തകർന്നിരിക്കുന്നു. കൺമുന്നിലുള്ളവർ അടുത്ത നിമിഷം ഇല്ലാതാവുന്ന അവസ്ഥ. ഇതിൽ നിന്ന് ഇനി എന്നാണ് കരകയറാൻ കഴിയുക? മുതിർന്ന നാൾ മുതൽ സ്നേഹിച്ച പുരുഷനെ മനസ്സിൽ കൊണ്ടു നടന്ന വരണമാല്യം ചാർത്താൻ കാത്തിരുന്നവളാണ് ഞാൻ. അവന്റെ കാലൊച്ച കാത്തിരുന്നവളാണ് ഞാൻ. സ്വയംവര പരീക്ഷയിൽ അവനെ കാണാതായപ്പോൾ ഞാൻ ആശങ്കപ്പെട്ടു. ഓരോരുത്തരും പരാജയപ്പെട്ടപ്പോൾ ഞാൻ ആശ്വസിച്ചു. അവസാനം അവൻ തിരിച്ചറിയാനാവാത്ത മറ്റൊരു രൂപത്തിൽ വന്നപ്പോൾ എൻ്റെ ഉള്ളം തുടിച്ചു. എൻ്റെ കാത്തിരിപ്പിന് അർത്ഥമുണ്ടായതായി ഞാൻ അറിഞ്ഞു. പരീക്ഷണങ്ങളെല്ലാം നിഷ്പ്രയാസം ജയിച്ച് അർജുനൻ എന്നെ സ്വന്തമാക്കിയപ്പോൾ ഇഹത്തിലെ ഏറ്റവും ഭാഗ്യവതി ഞാനാണെന്ന് കരുതി. എല്ലാം എൻ്റെ ജന്മസാഫല്യവും ഭാഗ്യവും എന്ന് നനച്ചു. എത്ര പെട്ടെന്നാണ് എൻ്റെ ജീവിതം കീഴ്മേൽ മറിഞ്ഞത്. എൻ്റെ മോഹങ്ങൾ കരിഞ്ഞ് ചാരമായത്. ഒരു ജന്മം ഞാൻ കാത്തു സൂക്ഷിച്ച സ്വപ്നങ്ങൾ ചിതറിപ്പോവുക. അതിനായി 5 പേർ പിടിവലി കൂടുക. ശാപത്തിലും വലിയ ശാപമാണ് ഞാൻ പേറിയത്. 5 പുത്രന്മാർക്കും തുല്യമായി എന്നെ വീതിച്ചപ്പോൾ എന്നിലെ സ്ത്രീ മരിച്ചു. ആത്മാവ് നഷ്ടപ്പെട്ട ദ്രൗപദിയുടെ ശരീരം മാത്രമാണ് പിന്നീട് ജീവിച്ചത്. ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കേണ്ട എൻ്റെ മനസ്സും ശരീരവും 5 പേർക്ക് തുല്യമായി ഭാഗിച്ച് നൽകേണ്ടി വന്ന എൻ്റെ അവസ്ഥ ആർക്കും മനസ്സിലാവില്ല പിതാമഹ. ജ്യേഷ്ഠന്മാരും അനുജന്മാരുമായി കാണേണ്ടിയിരുന്ന ഭർത്തൃ സഹോദരന്മാരെ ഭർത്താക്കന്മാരായി പരിപാലിക്കേണ്ടി വന്ന എൻ്റെ ദുരവസ്ഥ അങ്ങേക്ക് മനസ്സിലാവുമോ? അന്തഃപുരവാതിൽ ഓരോ വർഷവും ഓരോരുത്തർക്കും തുറന്നു കൊടുക്കേണ്ടി വന്ന ഗതികേട് അങ്ങേക്ക് ചിന്തിക്കാനാവുമോ? 5 പുത്രന്മാർ, അവർക്ക് 5 പിതാക്കന്മാർ. മാലോകർക്ക് പറഞ്ഞു ചിരിക്കാനും അടക്കം പറയാനും എന്റെയും പുത്രന്മാരുടെയും ജന്മം ബാക്കി. ഈ വേദനയൊക്കെ ഞാൻ ഏത് നദിയിൽ ഒഴുക്കി ശാന്തി തേടണം? അങ്ങ് ത്രികാലജ്ഞാനിയല്ലേ? എനിക്ക് മാത്രം എന്തേ പിതാമഹ ഇങ്ങനെ ഒരു ദുർവിധി? അറിഞ്ഞുകൊണ്ട് ഈ കാലം അത്രയും ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല, വേദനിപ്പിച്ചിട്ടില്ല. ഇതിന് തക്ക എന്ത് പാപമാണ് പിതാമഹ ഞാൻ ചെയ്തത്? എനിക്ക് മാത്രം എന്തേ പിതാമഹ ഇങ്ങനെ ഒരു ദുർവിധി? ദ്രൗപദിയുടെ വാക്കുകൾ കേട്ട് ഭീഷ്മർ ദയയോടെ അവളെ നോക്കി. മകളെ, നിന്റെ നിയോഗം അതായിരുന്നു. ഇതിന്റെ ഉത്തരങ്ങൾ നിന്റെ പൂർവജന്മവുമായി ബന്ധപ്പെട്ടതാണ്. സൂര്യദേവൻ ഒരു പുത്രി ജനിച്ചു. സീതയുടെ അതേ ഛായ ആയതിനാൽ അവൾക്ക് മായാ സീത എന്ന പേരിട്ടു. രാവണന്റെ വധത്തിന് കാരണക്കാരിയാവുക, അതായിരുന്നു അവളുടെ ധർമ്മം. ജാതകവശാൽ സൂര്യദേവൻ മകളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി. ദ്വാദശാദിത്യന്മാരിൽ ഒരാളായ വിഷ്ണു തന്റെ പത്നിയുടെ അതേ ഛായയിൽ മായയാൽ ഒരു സ്ത്രീയെ സൃഷ്ടിച്ച് യഥാർത്ഥ ലക്ഷ്മി ദേവിയെ സ്വന്തം ആസ്ഥാനമായ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുവന്നു. രാവണന്റെ വധം കഴിഞ്ഞപ്പോൾ മായാസീത
ഇനി താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ബദര്യാശ്രമത്തിൽ ചെന്ന് പരമശിവനെ തപസ് ചെയ്യാൻ രാമൻ നിർദ്ദേശിച്ചു. മായാസീത രാമന്റെ പത്നിയായി അഭിനയിച്ചതിനാൽ അതേപോലെയുള്ള ഒരു ഭർത്താവുമായി കഴിയാൻ അവൾ ആഗ്രഹിച്ചു. ഈ ആഗ്രഹം മനസ്സിൽ വെച്ചാണ് അവൾ ശിവനെ തപസ് ചെയ്തത്. ശിവരൂപം മുന്നിൽ അവ്യക്തമായി തെളിഞ്ഞു തുടങ്ങിയപ്പോഴേ തന്റെ ആഗ്രഹം അവൾ പറയാൻ തുടങ്ങി. ശിവൻ പ്രത്യക്ഷനായപ്പോൾ രാമന്റെ സ്വഭാവഗുണത്തോടു കൂടിയ പുരുഷനെ തനിക്ക് ഭർത്താവായി വേണമെന്ന് 5 പ്രാവശ്യം അവൾ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഭക്തന്മാരുടെ ഏതാവശ്യവും നിവർത്തിക്കുന്ന ഭഗവാൻ അടുത്ത ജന്മത്തിൽ നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടാകുമെന്ന് അനുഗ്രഹിച്ചു. മായാസീതയായിരിക്കുമ്പോൾ ചെയ്ത ഒരു വലിയ തെറ്റിന്റെ ഫലമായി പരമശിവൻ പറഞ്ഞ അടുത്ത ജന്മത്തിന് മുൻപ് അവൾക്ക് നളായണി എന്ന ഒരു ഉപജന്മം എടുക്കേണ്ടി വന്നു. മാരീചൻ മാനായി വന്ന് രാമനെ അകറ്റിയപ്പോൾ ലക്ഷ്മണ എന്ന് രാമന്റെ ശബ്ദത്തിൽ മാരീചൻ വിളിച്ചു. അത് രാക്ഷസന്റെ മായയാണെന്നും ജ്യേഷ്ഠനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും ലക്ഷ്മണൻ സീതയോട് പറഞ്ഞു. രാമൻ മരിച്ചിട്ട് വേണം നിനക്കെന്നെ കൊണ്ടുപോകാനല്ലേ? നിന്റെ ആ ആഗ്രഹം ഒരിക്കലും നടക്കില്ല എന്ന് സീത പറയുകയുണ്ടായി. സീതയെ മാതാവായി കാണുന്ന ലക്ഷ്മണൻ ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. ലക്ഷ്മണനോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് അജ്ഞാനം മൂലമാണെങ്കിലും മായാസീത പറഞ്ഞത്. അതിന്റെ ഫലമാണ് അടുത്ത ജന്മത്തിന് മുൻപ് അവൾക്കൊരു ഉപജന്മം എടുക്കേണ്ടി വന്നത്. ആ ജന്മമാണ് നളായണി. മൗൽഗവ്യൻ എന്ന മഹർഷിയുടെ പത്നിയായിരുന്നു നളായണി. കോപിഷ്ഠനും കുഷ്ഠരോഗിയുമായ മൗൽഗവ്യൻ ക്ഷിപ്രകോപിയുമായിരുന്നു. അതൊന്നും കണക്കിലെടുക്കാതെ നളായണി പാതിവൃത്യനിഷ്ഠയോടെ ഭർത്താവിനെ ശുശ്രൂഷിച്ചു. ഒരിക്കൽ മൗൽഗവ്യൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഷ്ഠരോഗം ബാധിച്ച അദ്ദേഹത്തിന്റെ ഒരു വിരലടർന്ന ഭക്ഷണത്തിൽ വീണു. എന്നും ഭർത്താവ് കഴിക്കുന്നതിന്റെ ബാക്കി ഭക്ഷണം കഴിക്കുന്ന നളായണി ഭർത്താവിന്റെ അറ്റുപോയ ആ വിരൽ മാറ്റിവെച്ച് അന്നും അദ്ദേഹം കഴിച്ചതിന്റെ ബാക്കി ഭക്ഷണം കഴിച്ചു. ഇത് കണ്ട മഹർഷിക്ക് തന്റെ പത്നിയുടെ പതിഭക്തിയിൽ വളരെ സന്തോഷം തോന്നി. നളായണിയുടെ പരിചരണത്തിൽ തൃപ്തനായ മുനി അവളോട് ഏതാഗ്രഹവും ചോദിച്ചു കൊള്ളാൻ ആവശ്യപ്പെട്ടു. സുന്ദരന്മാരും 5 വിശിഷ്ട ഗുണങ്ങളുമുള്ള 5 പുരുഷന്മാരുടെ രൂപത്തിൽ വന്ന് തന്നെ സന്തോഷിപ്പിക്കുക എന്നതായിരുന്നു അവൾ ചോദിച്ച വരം. നളായണിയുടെ ആഗ്രഹമനുസരിച്ച് മൗൽഗല്യൻ മനോഹരമായ 5 ശരീരങ്ങളിലൂടെ നളായണിയെ രമിപ്പിച്ചു. മൗൽഗവ്യൻ അദ്രിയായപ്പോൾ നളായണി നദിയായി, മൗൽഗവ്യൻ മരമായി, അപ്പോൾ നളായണി ലതയായി പടർന്നു കയറി. അങ്ങനെ ഓരോരോ രൂപമെടുത്തവർ രമിച്ചു. എന്നിട്ടും നളായണിക്ക് ഈ ജീവിതം മതിയായില്ല. മൗൽഗവ്യനാണെങ്കിൽ നളായണിയുടെ ഈ അമിതാസക്തി ഉൾക്കൊള്ളുവാനും കഴിഞ്ഞില്ല. നളായണിയുടെ സുഖജീവിതത്തോടുള്ള ഭ്രമം തന്റെ തപസ് തുടരുന്നതിൽ വിഘ്നമായി അദ്ദേഹത്തിന് തോന്നിത്തുടങ്ങി. അങ്ങനെ അവളിൽ മുനിക്ക് നീരസം തോന്നി. കുറേയേറെ നാളുകൾ കഴിഞ്ഞപ്പോൾ വിരക്തി തോന്നിയ മുനി തപസ്സിനായി ഒരുങ്ങി. അദ്ദേഹത്തെ നളായണി തടഞ്ഞു. കോപാകുലനായ മുനി നളായണി അടുത്ത ജന്മം 5 ഭർത്താക്കന്മാരെ വരിക്കാൻ ഇടവരട്ടെ എന്ന് ശപിച്ചു. 5 ഭർത്താക്കന്മാരുടെ ഭാര്യയാകുന്നതിലെ അപമാനമോർത്ത് ദുഃഖിച്ച നളായണി ശിവനെ തപസ് ചെയ്തു. ശിവൻ അവൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. തനിക്ക് അടുത്ത ജന്മത്തിൽ ഒരു ഭർത്താവ് വേണമെന്ന് അവൾ 5 പ്രാവശ്യം പറഞ്ഞു. അവൾക്ക് അടുത്ത ജന്മത്തിൽ 5 ഭർത്താക്കന്മാരുണ്ടാകട്ടെ എന്ന് ശിവൻ അനുഗ്രഹിച്ചു. ശിവന്റെ അനുഗ്രഹം കേട്ട് അവൾ ഞെട്ടിപ്പോയി. നളായണി കരയാൻ തുടങ്ങി. ഒരു സ്ത്രീക്ക് 5 ഭർത്താക്കന്മാരുണ്ടാകുന്നത് അപമാനമല്ലേ? അവൾ ശിവനോട് ചോദിച്ചു, ഞാൻ പ്രത്യക്ഷപ്പെട്ട് എന്ത് വരം വേണമെന്ന് ചോദിക്കുമ്പോൾ എന്നെ കണ്ട് പരിഭ്രമിച്ച് എനിക്കൊരു ഭർത്താവിനെ തരൂ എന്ന് 5 പ്രാവശ്യം നീ ആവർത്തിച്ചു. അതുകൊണ്ടാണ് അങ്ങനെ എനിക്ക് അനുഗ്രഹിക്കേണ്ടി വന്നത്. നിനക്കതുകൊണ്ട് അപമാനമൊന്നും സംഭവിക്കില്ല. ശിവൻ ഉറപ്പ് നൽകി. ഭഗവാനെ,
വേദങ്ങളിൽ ഒന്നും ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. പുരുഷന്മാർക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടാകാം, എന്നാൽ സ്ത്രീക്ക് ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരായാൽ അവൾ അധമയാകുമെന്നാണല്ലോ ചൊല്ല്. ഞാനും അങ്ങനെ ആയിത്തീരില്ലേ? വിശ്വാസം വരാതെ നളായണി ചോദിച്ചു. വേദവിധി പ്രകാരം പുത്രനുണ്ടാകാൻ ഭർത്താവിന്റെ നിർദ്ദേശപ്രകാരം മറ്റൊരു പുരുഷനിൽ നിന്ന് പുത്രനെ സ്വീകരിച്ചാൽ പോലും പ്രായശ്ചിത്തം ചെയ്യണമെന്നാണ്. പുത്രലബ്ധിക്കായി പോലും 1, 2, 3 പുരുഷന്മാർ അനുവദനീയമാണ്. എന്നാൽ 4-മതായാൽ പതിതയും 5-മതായാൽ വന്ധകിയുമാകുമെന്നല്ലേ? ഞാൻ ഭർത്തൃശുശ്രൂഷ കൊണ്ട് സിദ്ധി പ്രാപിച്ചവളാണ്. അതുകൊണ്ട് എനിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായാലും ആ സിദ്ധി എനിക്കുണ്ടാകണം ഭഗവാനെ. നളായണി ശിവനോട് അഭ്യർത്ഥിച്ചു. നളായണി, ആ സിദ്ധി കിട്ടാൻ വിഷമമാണ്. എങ്കിലും നിനക്കത് ലഭ്യമാകും. നീ ഗംഗയിലേക്ക് പോവുക. ഗംഗാജലത്തിൽ നിൽക്കുമ്പോൾ നിനക്കവിടെ ഒരു പുരുഷനെ കാണാൻ സാധിക്കും. അത് ദേവേന്ദ്രനാണ്. നീ ആ പുരുഷനെ വിളിച്ചുകൊണ്ടുവരിക. ശിവൻ അവളോട് നിർദ്ദേശിച്ചു. നൈമിഷികാരണ്യത്തിൽ ദേവകളെല്ലാം ഒരു യാഗം ആരംഭിച്ചു. യമധർമ്മൻ ഭാര്യയോടൊപ്പം യാഗവും ദീക്ഷിച്ചിരുന്നു. ഇതോടെ ഭൂമിയിൽ രോഗവും മരണവും ഒന്നുമില്ലാതായി. മനുഷ്യർ പെറ്റുപെരുകി. ദേവന്മാർ ബ്രഹ്മാവിന്റെ അടുക്കൽ പരാതിയുമായി ചെന്നു. ബ്രഹ്മാവ് അവരെയും കൂട്ടി വിഷ്ണുവിന്റെ അടുത്തെത്തി. വിഷ്ണു ദേവന്മാരോട് കാലന്റെ അംശമായി ഭൂമിയിൽ ജനിച്ച് മനുഷ്യരെ കൊന്നൊടുക്കാൻ പറഞ്ഞു. ദേവന്മാർ ഗംഗയിൽ കുളിക്കുമ്പോൾ ഒരു സ്വർണത്താമര കണ്ടു. ദേവേന്ദ്രൻ അതിന്റെ ഉത്ഭവം അന്വേഷിച്ചു ചെന്നു. അവിടെ അദ്ദേഹം കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു കന്യകയെ കണ്ടു. നളായണി പരമശിവന്റെ നിർദ്ദേശപ്രകാരം ഗംഗയിൽ ചെന്നതായിരുന്നു. അവളുടെ കണ്ണുനീർ വീണാണ് ആ സ്വർണത്താമര ഉണ്ടായത്. ഇന്ദ്രൻ നളായണിയോട് കാരണം ആരാഞ്ഞു. തന്റെ കൂടെ വന്നാൽ എല്ലാം അറിയാനാകുമെന്നവൾ ഇന്ദ്രനോട് പറഞ്ഞു. ഇന്ദ്രൻ അവൾക്കൊപ്പം ചെല്ലാമെന്ന് സമ്മതിച്ചു. നളായണിയെ അനുഗമിച്ച് ചെല്ലുന്ന ഇന്ദ്രൻ സുന്ദരനായ ഒരു പുരുഷനും സ്ത്രീയും ചൂതുകളിച്ചുകൊണ്ടിരിക്കുന്നത് കാണാനിടയായി. തന്നെ കണ്ടവർ എഴുന്നേൽക്കാത്തതിൽ ഇന്ദ്രന് കോപം വന്നു. കോപത്തോടെ അവരുടെ അടുത്തെത്തിയ ഇന്ദ്രൻ ശിവനാണതെന്നറിഞ്ഞ് ശിവന്റെ കാൽക്കൽ വീണു. ശിവൻ ഇന്ദ്രനോട് പർവ്വതശ്രേഷ്ഠനെ കാണാൻ പറഞ്ഞു. അവിടെ നിന്നെപ്പോലെ 4 പേർ കൂടി ഉണ്ടാവുമെന്നും ശിവൻ പറഞ്ഞു. പർവ്വതശ്രേഷ്ഠന്റെ അരികിൽ 4 ഇന്ദ്രന്മാർ നിൽക്കുന്നത് കണ്ടു. താനും അവരെ പോലെയാണല്ലോ എന്ന് കരുതി യഥാർത്ഥ ഇന്ദ്രൻ ദുഃഖിച്ചു നിന്നു. ഇന്ദ്രനോട് താങ്കൾ വിഷമിക്കേണ്ട എന്ന് ശിവൻ പറഞ്ഞു. നിങ്ങൾ 5 പേരും ഒരമ്മയുടെ മക്കളായി ജനിക്കും. നിങ്ങൾക്ക് 5 പേർക്കും കൂടി ഇവൾ നളായണി ഭാര്യയായി തീരും. നിങ്ങൾ ദുഷ്ടരെ കൊന്ന് ഭൂമിയെ രക്ഷിക്കണം. ധർമ്മം പുനഃസ്ഥാപിക്കുകയും വേണം. ശിവൻ 5 പേരോടുമായി പറഞ്ഞു. അപ്പോൾ പഞ്ചേന്ദ്രന്മാർ തങ്ങൾക്ക് കൂട്ടായി ധർമ്മദേവനും മാരുതനും ഇന്ദ്രനും ഒക്കെ കൂടണമെന്ന് പറഞ്ഞു. മഹാവിഷ്ണു ശിരസിൽ നിന്ന് 2 രോമം പിഴുതെടുത്തു. ഒന്ന് വെളുത്തതും മറ്റൊന്ന് കറുത്തതുമായിരുന്നു. വെളുത്ത രോമം ബലരാമനും കറുത്ത രോമം ശ്രീകൃഷ്ണനുമായി ജനിക്കുമെന്ന് വിഷ്ണു പറഞ്ഞു. നളായണി ലക്ഷ്മി ദേവിയുടെ അംശമായി തീരുമെന്നും പറയുന്നു. വർഷങ്ങൾക്ക് ശേഷം പാഞ്ചാലദേശത്തെ സോമക രാജാവിന്റെ പുത്രനായ ദ്രുപദനും കുരുവംശ പൗത്രരുടെ ഗുരുവായ ദ്രോണരും ഭരദ്വാജമുനിയുടെ ആശ്രമത്തിൽ ആയുധവിദ്യ അഭ്യസിക്കാനെത്തി. സുഹൃത്തേ, നീ എൻ്റെ ഹൃദയത്തിന്റെ അംശമായ സ്നേഹിതനായി തീർന്നിരിക്കുന്നു. നമ്മുടെ പിതാവ് വിദ്യാലബ്ധിക്ക് ശേഷം നമ്മെയാണ് രാജാവായി അവരോധിക്കുക. മിത്രമേ, നിന്റെ ദാരിദ്ര്യം അതോടെ പരിസമാപ്തിയിൽ എത്തിച്ചേരുന്നതാണ്. അവിടത്തേക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മെ സമീപിക്കുക. സ്നേഹിതനായ ദ്രോണരോട് ദ്രുപദൻ പറഞ്ഞു. വിദ്യാഭ്യാസത്തിന് ശേഷം ദ്രുപദൻ പാഞ്ചാലദേശത്തെ രാജാവായി. ദ്രോണർ കൃപിയെ വിവാഹം ചെയ്തു. അവർക്ക് അശ്വത്ഥാമാവ് പുത്രനായി പിറന്നു. ദാരിദ്ര്യം മൂലം കഷ്ടപ്പെട്ട ദ്രോണർക്ക് തന്റെ പുത്രൻ ഒരു നേരത്തെ പാല് പോലും നൽകാൻ കഴിയാത്ത അവസ്ഥ വന്നു ചേർന്നു. ഈ വിഷമാവസ്ഥയിൽ ദ്രോണർ പണ്ട് സതീർത്ഥ്യനായിരുന്ന ദ്രുപദന്റെ വാക്കുകൾ ഓർക്കുകയും ദ്രുപദന്റെ സമീപം സഹായത്തിനായി ചെല്ലുകയും ചെയ്തു. അധികാരമായയിൽ ഭ്രമിച്ച ദ്രുപദൻ ദ്രോണരെ അപമാനിച്ചു പറഞ്ഞയച്ചു. പകയൊടുങ്ങാതെ ദ്രോണർ പിന്നീട് കൗരവർക്കും പാണ്ഡവർക്കും ഗുരുവായി. വിദ്യാഭ്യാസ പൂർത്തീകരണത്തിന് ശേഷം ഗുരുദക്ഷിണയായി അർജുനനോട് ദ്രോണർ ആവശ്യപ്പെട്ടത് ബന്ധനസ്ഥനായ ദ്രുപദനെയായിരുന്നു.
അപ്രകാരം ഗുരുദക്ഷിണ നൽകിയ അർജുനന്റെ കഴിവിൽ ഭയന്ന ദ്രുപദൻ ദ്രോണർക്ക് പ്രായശ്ചിത്തമായി ദക്ഷിണ പാഞ്ചാലം നൽകി. എങ്കിലും ഉള്ളിൽ പകയുടെ അഗ്നി ജ്വലിച്ചിരുന്നു. ദ്രോണരോട് നേരിട്ട് ഏറ്റുമുട്ടാൻ കഴിവില്ലാതിരുന്നതിനാൽ അർജുനനെ തന്റെ പുത്രിയുടെ വരനായി ലഭിക്കാൻ ഒരു പുത്രിക്ക് വേണ്ടിയും ദ്രോണരുടെ ഘാതകനാകാൻ ഒരു പുത്രന് വേണ്ടിയും യാഗം ചെയ്യാൻ തീരുമാനിച്ചു. സഹോദരന്മാരായ യാചന്റെയും ഉപചായന്റെയും സഹായത്തോടെ നടത്തിയ 18 മാസം നീണ്ടുനിന്ന യാഗത്തിന്റെ പരിസമാപ്തിയിൽ അഗ്നിയിൽ നിന്ന് ദൃഷ്ടദ്യുമ്നൻ എന്ന പുരുഷനും കൃഷ്ണ എന്ന സ്ത്രീയും ഉയർന്നു വന്നു. ഈ വീരൻ ഭാവിയിൽ ദ്രോണരെ വധിക്കുമെന്ന അശരീരിയുണ്ടായി. കൃഷ്ണയുടെ അതുല്യമായ സൗന്ദര്യം എല്ലാവരെയും ആകർഷിച്ചു. ആ കൃഷ്ണയാണ് നീ. കഴിഞ്ഞ ജന്മത്തിലെ ശാപവും അനുഗ്രഹവുമാണ് നിന്റെ ഈ ജന്മം. ഇനി നിനക്ക് കുറ്റബോധം പാടില്ല. നീ ഒരു നിമിത്തം മാത്രമാണ് പുത്രി. നിന്റെ നിയോഗങ്ങൾ നീ ഭംഗിയായി നിർവഹിച്ചു. കുരുവംശത്തിന്റെ രാജപത്നിയാണ് നീ ഇപ്പോൾ. രാജപത്നി ധീരയാകേണ്ടത് കുലത്തിന്റെയും രാജ്യത്തിന്റെയും അഭിവൃദ്ധിക്ക് അനിവാര്യമാണ്. നിനക്കിനിയും നിരവധി പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. അതിനെയൊക്കെ മനക്കരുത്തുകൊണ്ട് നീ തരണം ചെയ്യണം, അതിജീവിക്കണം. നിനക്ക് എന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കും. ഭീഷ്മർ പറഞ്ഞു നിർത്തി.